കൊല്ലം കിളികൊല്ലൂരിൽ ഭാര്യയെ ഭർത്താവ് ഗ്യാസ് കുറ്റികൊണ്ട് തലക്കടിച്ചു കൊന്നു. ഇടത്തിങ്കൽ വീട്ടിൽ മധുസൂദന പിള്ളയാണ് ഭാര്യ കവിതയെ കൊലപ്പെടുത്തിയത്. ഇന്നലെ രാത്രിയിലാണ് സംഭവമുണ്ടായത്. അരുൺരാജ് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുൺരാജ്, വിവരങ്ങൾ എന്താണ്? അരുൺരാജ്. റിജിത്ത്, ഇന്നലെ രാത്രിയാണ് സംഭവം. ഭാര്യയുമായുള്ള കുടുംബ പ്രശ്നങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് അടക്കം നയിച്ചതെന്നാണ് നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ മധുസൂദന പിള്ളയും കവിതയും തമ്മിൽ രാത്രിയോടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയായിരുന്നു. തുടർന്നാണ് ഈ ഗ്യാസ് കുറ്റികൊണ്ട് കവിതയെ തലക്കടിച്ച് മധുസൂദന പിള്ള കൊലപ്പെടുത്തിയത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഈ മധുസൂദന പിള്ള ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഒരു മകനും ഒരു മകളുമാണ് ഇവർക്ക് ഉള്ളത്. വളരെ കാലമായി ചില പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ പെട്ടെന്നാണ് കഴിഞ്ഞ ദിവസം അക്രമം ഉണ്ടാവുകയും ഭാര്യയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈ നിലവിൽ മധുസൂദന പിള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. മറ്റേതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, സാമ്പത്തിക ഇടപാടുകളാണോ കാരണങ്ങൾ എന്നീ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. കശുവണ്ടി ഫാക്ടറിയിലെ ജീവനക്കാരിയാണ് കവിത. അരുൺരാജ്, എന്താണ് പോലീസ് കൂടുതലായി വിശദീകരിക്കുന്നത്? നാട്ടുകാരുമായി ബന്ധപ്പെടുമ്പോൾ, വീട്ടുകാരുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്താണ് ഇവർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നം? കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാവുന്നുണ്ടോ? അതിൻ്റെ ഒരു പ്രാഥമികമായ വിവരങ്ങളെ ഇപ്പോൾ പുറത്തു വരുന്നുള്ളൂ എന്നറിയാം. എങ്കിലും കൂടുതലായി നമുക്ക് ലഭിക്കുന്നതും മനസ്സിലാക്കാൻ കഴിയുന്നതും എന്താണ് അരുൺരാജ്? റിജിത്ത്, പോലീസ് നിലവിൽ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഈ നാട്ടുകാരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കുട്ടികളിൽ നിന്ന് കൂടി വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ വീട്ടിൽ സംഭവിച്ചത്? കൊലപാതകത്തിന് കാരണം ഇന്നലെ ഉണ്ടായ പ്രശ്നങ്ങൾ മാത്രമാണോ എന്നീ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണം. ഈ കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ പോലീസ് പരിശോധിച്ചു വരുന്നത്. ഇതിൽ കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് തനിക്ക് ഇത്തരത്തിൽ ചെയ്യേണ്ടി വന്നത് എന്നുള്ളതാണ് നിലവിൽ പോലീസിനോട് നൽകിയിരിക്കുന്ന മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. എന്തായാലും വിശദമായ മൊഴികൾ ശേഖരിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനം പോലീസ് എടുക്കുക. സംഭവത്തിൽ അസ്വാഭാവിക മരണം അടക്കമുള്ള കാര്യങ്ങൾ, അത് ഏത് തരത്തിലാണ് ഈ മർഡർ അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായി വന്ന സ്ഥിതിക്ക് മറ്റേതെങ്കിലും വിഷയങ്ങളുണ്ടോ, ഈ വളരെ കാലമായി ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന വിവരമാണ് പോലീസ് ലഭിക്കുന്ന കാര്യത്തിൽ വ്യക്തത കൂടി പോലീസ് ഇക്കാര്യത്തിൽ വരുത്തും. ഇതിനുശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.